ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജോസാം വ്ളോഗ്സ്. സോ ഈ വീഡിയോ നമ്മൾ വട്ടവടയിലേക്ക് പോകുന്നതാണ്, അതായത് മൂന്നാർ വട്ടവടയിലെ സെക്കൻഡ് പാർട്ടാണ്. സോ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളൊരു പുതിയൊരു ലൊക്കേഷനിലേക്കും പുതിയൊരു റിസോർട്ടിലേക്കും പോകുന്ന വീഡിയോ ആണ്. നിങ്ങൾ കാണാം, ചുറ്റും എന്താ പറയുക, തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ മേഘങ്ങളും നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത്തവണ. അപ്പം നമ്മൾ വട്ടവടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വട്ടവടയിലെ എൻട്രൻസ് കഴിഞ്ഞു, നമ്മൾ ഉള്ളിലാണ്. നമ്മൾ ചെക്ക് പോസ്റ്റ് ഒക്കെ കടന്നാണ് അകത്തേക്ക് വന്നേക്കുന്നത്. അപ്പോൾ അവർ പ്രത്യേകം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്താൻ പാടില്ല, കാടാണ്, 5 കിലോമീറ്ററോളം അങ്ങനെ അവർ പറഞ്ഞിട്ട് നിർത്താൻ പാടില്ല എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റാണ്, 2 സൈഡും ഫുൾ മരങ്ങളാണ്. കാടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ പോകുന്നത് ഡ്രീം വാലി എന്ന് പറയുന്ന റിസോർട്ടിലേക്കാണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല, നമ്മൾ ഡയറക്റ്റ് ഒന്ന് പോയി നോക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മൾ 1-2 റിസോർട്ട്സ് നോക്കിയിരുന്നു. നമ്മളിപ്പം ഡ്രീം വാലി റിസോർട്ടിലേക്കാണ് പോകുന്നത്. ഫോറസ്റ്റ് ഏരിയ പോലെയൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള ആംബിയൻസ് ആണ് ഇതുവരെ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ ഡ്രീം വാലി റിസോർട്ടിലെത്തി. റിസപ്ഷനിൽ നമ്മൾ നോക്കുമ്പം കുറച്ച് റൂംസ് കാണാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഇങ്ങോട്ടേക്ക് മാറിയിട്ട് ഒരു 4-5 ഫാമിലീസ് ഒന്നിച്ച് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന റൂംസും അവൈലബിൾ ആയിട്ട് കാണിച്ചായിരുന്നു അവർ. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളൊരു നമുക്ക് ആ വന്ന വഴിയുള്ള ഫോറസ്റ്റും പിന്നെ ഇവിടെ നല്ല രീതിയിൽ പൂക്കളും ചെടികളും ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഡ്രീം വാലി റിസോർട്ടിലാണ് ഉള്ളത്, വട്ടവടയിൽ. അപ്പോൾ നമ്മൾ വന്നു ഇവിടെ ഒന്ന് റെസ്റ്റ് എടുത്തു. ഇപ്പോൾ ഈവനിങ് ആയി. നമ്മൾ ഉച്ചയ്ക്കാണ് ഇവിടെ വന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്തത്. നമ്മളെല്ലാ ലഗേജൊക്കെ വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തു. അതിനുശേഷം ഒരു കോഫി ചായ ബ്രേക്ക് ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഏവ മിഠായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മിഠായി കഴിക്കുന്ന ഏവയും പിന്നെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡിനെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മളെടുത്തത് ഒരു ടെൻറ്റ് ഹൗസായിരുന്നു. ടെൻറ്റ് ഹൗസാണ് നിങ്ങൾ കാണുന്നത് എൻ്റെ ബാക്കിൽ. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം അടിപൊളിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കോമൺ ഒരു വീട് സെറ്റപ്പൊക്കെ തന്നെയാണ്, ഒരു റൂമൊക്കെ എടുക്കുന്ന ആ ഒരു സെറ്റപ്പന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ടെൻറ്റ് ഹൗസ് എങ്ങനെയാണെന്നുള്ളത് കാണാം. നമ്മളെ ടെൻറ്റ് ഹൗസിലേക്കുള്ള എൻട്രൻസ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഡോർ തുറന്ന് വരുമ്പോഴേക്കും ജസ്റ്റ് കറക്റ്റ് എക്സാക്റ്റ് നമ്മൾ ടെൻറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ, പക്ഷേ ഒരു വീടിൻ്റെ ഒരു അതുപോലെ ബെഡും പിന്നെ അപ്പുറത്ത് നമുക്ക് ഡ്രസ്സിങ് റൂമാണ് തന്നിരിക്കുന്നത്. പിന്നെ ഒരു 2 ചെയർസും പിന്നെ ഒരു ടേബിളും ബാക്കി നമുക്ക് കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കാനുള്ളതും. പിന്നെ ഇവിടെ നിന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നപ്പോൾ ഉച്ചനേരത്തെ ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു. ടെൻ്റ് ആണല്ലോ, അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് കാറ്റൊക്കെ നല്ലോണം കാറ്റുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പോഴും ഓപ്പൺ ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പായി. പുറത്തും തണുപ്പാണ്, ഇതിൻ്റെ ഉള്ളിലും തണുപ്പാണ്. നൈറ്റ് ഇനി എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ റൂമിൻ്റെ ഇവിടെ നിന്ന് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ്. അതായത് ഒരു വാലി വ്യൂ ആണ്. ദൂരെ നോക്കിയാൽ നമുക്കറിയാം കോട മഞ്ഞൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മേ ബി നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ കോട കൊണ്ട് ഫുള്ള് നിറയും എന്ന് തോന്നുന്നു. നല്ലൊരു ആംബിയൻസ് നൈറ്റും കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത്രത്തോളം ആംബിയൻസ് ഈവനിങ് ടൈം ആയപ്പോഴേക്കും
ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ടെൻറ്റ് ഹൗസ് മാത്രമല്ല, നമുക്ക് ഡീലക്സ് ആയിട്ടുള്ള റൂംസും അവൈലബിൾ ആണ്. നമ്മൾ ടെൻറ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം വാല്യൂ വ്യൂവും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടെൻറ്റാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു വീട് പോലത്തെ ഒരു ആംബിയൻസ് ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം ടൈമായി, കോടയൊക്കെ വന്ന് ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഇവിടെ നമുക്കിനിയിപ്പം ഒരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ പാക്കേജിൽ. ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. സോ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ട് ഈ നൈറ്റ് എങ്ങനെയാണെന്നുള്ളതൊന്നൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ ഒരു റിസോർട്ടിൽ ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട്. ഇപ്പോൾ റിസോർട്ടിലും ഓരോ ടീം വന്ന് സ്റ്റേ ഉണ്ട്. അതുപോലെ ഇവിടെയും നമുക്ക് കുറേ ഫാമിലീസ് അവരും ഫുള്ളാണ്. അതായത് നമുക്ക് റൂംസൊക്കെ ഫുള്ളാണ്, ഒന്നുപോലും അവൈലബിൾ ആയിട്ട് ഇപ്പം ഇല്ല. നമുക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് നമ്മളിവിടെ വന്ന ഉടനെ തന്നെ നമുക്ക് ഒരു ടെൻറ്റ് ഹൗസ് ആയതുകൊണ്ട് ടെൻറ്റ് ഹൗസ് കിട്ടിയത്. അതല്ലാതെ എല്ലാ റൂംസും ടെൻറ്റും ഉൾപ്പെടെ എല്ലാം ഫില്ലായിരുന്നു. അപ്പം ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്. ഫുള്ള് എൻ്റെ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. താഴെ ആ കാണുന്നതാണ് നമ്മുടെ ടെൻറ്റ്. ഇവിടെ നിന്ന് കുറച്ച് ഇറങ്ങിയിട്ട് വേണം നമ്മൾ ടെൻറ്റിലോട്ട് പോകാൻ. അതുപോലെ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് വെച്ചാൽ ഇവിടെ നല്ല രീതിയിലാണ് ഈ ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആണെങ്കിൽ ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്ന് ആസ്വദിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ്. ആ നേരെ കാണുന്ന റിസപ്ഷനും ആയിരുന്നു ഈ ഒരു ഓപ്പൺ ഏരിയ സ്പേസിലും. അതുപോലെ തന്നെ ആ സൈഡ് ഒളിച്ചിട്ടാണ് ഇവരുടെ റിസപ്ഷനും വരുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ടെൻറ്റ് ഹൗസിലോട്ടൊക്കെ പോകുന്നത്. അപ്പം ഞാൻ വേനയും കെട്ടിപ്പിടിച്ച് നല്ല തണുപ്പുണ്ടായി. അപ്പം അങ്ങനെ നടക്കുകയാണ്. ആ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. നമുക്ക് നൈറ്റ് റെസ്റ്റോറൻറ്റ്, ഇവിടെ ഫുഡ് മോർണിംഗും നമുക്കിവിടെ ഫുഡുണ്ട്. അപ്പോൾ ഇത് കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. അതായത് നമ്മൾ ഇവിടെ നിൽക്കുന്നതിന് നേരെ താഴേക്ക് ഇറങ്ങിയാൽ മതി, അവിടെയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇവിടെ ഒരു പൂളും അവൈലബിൾ ആണ്. പൂളും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളിവിടെ വേറെ ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ആ ഫാമിലിയിൽ കുറച്ച് പിള്ളേരും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവരും സംസാരിക്കുന്നത് ഞാൻ ഇവയൊക്കെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ വീണ്ടും ഒന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ റൂംസാണ്. ആ കാണുന്നതാണ് റിസപ്ഷൻ. ഇനി നമ്മൾ ക്യാമ്പ് ഫയറാണ്. സോ ക്യാമ്പ് ഫയർ പാട്ടും ഭയങ്കര ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് വോയിസ് എന്തായാലും എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം. ഞാനും അവയും കുറേ നേരം ഇങ്ങനെ അത് ആദ്യമായിട്ട് കാണുന്നതായതുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് പേടി ഉള്ള ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. കാരണം തീയൊക്കെ കണ്ടിട്ട് അവൾ ആകെ ഇങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആൾ ആക്റ്റീവായി. പിന്നെ പാട്ടും ആ ലൈറ്റും തീ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ പിന്നെ ആക്റ്റീവായി ഇങ്ങനെ നടക്കാനൊക്കെ തുടങ്ങി. പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് നല്ല കട്ടിയുള്ള 2 ഡ്രസ്സും പിന്നെ അതിൻ്റെ മുകളിലൊരു സ്വെറ്ററും പിന്നെ മങ്കി ക്യാപ്പൊക്കെയാണ് ആൾ ഇട്ടേക്കുന്നത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ടെൻറ്റിലായിരുന്നു ഉറങ്ങിയത്. രാത്രി ഇവിടെയായിരുന്നു താമസിച്ചത്. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ടിൽ, അതായത് ഞങ്ങളുടെ ടെൻറ്റിന് ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണുന്ന ആംബിയൻസ്. ദൂരെ വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഭയങ്കര തണുപ്പാണ്.
ടെൻറ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം നല്ല തണുപ്പാണ്. ഞങ്ങൾ എന്താ പറയുക സ്വെറ്ററൊക്കെ തന്നെയാണ് ഇങ്ങനെ പുലിക്കുട്ടിനെ പോലെ ഇങ്ങനെ എന്ത് സാധനം നമ്മളെ ഇങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് കിടന്ന ഈ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് കിടന്നത്. ഇപ്പോഴും ഊരിയിട്ടില്ല, ഇത് തന്നെയാണ് അത്രക്ക് തണുപ്പാണ്. പിന്നെ നമ്മൾ എന്താ പറയുക വായിൽ നിന്നൊക്കെ ഇങ്ങനെ അത്ര തണുപ്പിൻ്റെ ഇതുകൊണ്ട് നമുക്കിങ്ങനെ വായിലൊക്കെ പുകയൊക്കെ പോയിക്കൊണ്ടിരിക്കണം. അപ്പം ഞങ്ങൾ അങ്ങനെ കളിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു ചൂട് ചായയൊക്കെ കുടിച്ചങ്ങനെ ഇരിക്കുന്നു ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് വ്യൂ. നമ്മുടെ ടെൻറ്റിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ മലയും ഇതൊക്കെയാണ്. ഇതാണ് മോർണിംഗ് വ്യൂ. വെയിൽ ദൂരേന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ടെൻറ്റ് കേട്ടോ. ആ കാണുന്ന റോഡ് വഴിയാണ് നമ്മൾ ഈ ഒരു റിസോർട്ടിലേക്ക് എത്തിയത്. വട്ടവട ഡ്രീം വാലി റിസോർട്ടാണ്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു നമ്മൾ ഡ്രീം വാലി റിസോർട്ടിൽ വന്ന് ചെക്ക് ഇൻ ചെയ്ത കാര്യങ്ങളൊക്കെ. മോർണിംഗ് വ്യൂ സൂപ്പറാണ്. ഇതിൻ്റെ മുകളിലാണ് ശരിക്കും ഇവരുടെ റിസപ്ഷൻസും കാര്യങ്ങളും വരുന്നത്. അതിൻ്റെ താഴെയായിട്ടാണ് നമ്മളുടെ ഈ ഒരു ടെൻറ്റ് വരുന്നത്. ടെൻറ്റുണ്ട്, റൂംസ് ഉണ്ട്, ഡിലക്സ് റൂംസൊക്കെ ഉണ്ട്. ഫാമിലി ആയിട്ട് 3-4 പേർക്കൊക്കെ ലൈക്ക് ഫാമിലി 3-4 ഫാമിലീസൊക്കെ ഒന്നിച്ച് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റൂം അറേഞ്ച്മെൻറ്റ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോഴും നല്ല തണുപ്പാണ്. കിളികളുടെ സൗണ്ടും സൂപ്പർ ആംബിയൻസ് ആണ് സത്യം പറഞ്ഞാൽ. നമ്മുടെ തൊട്ട് ബാക്കിൽ ഒരു സൈഡിലായിട്ട് ഒരു വലിയ മലയുണ്ട്. ഇവിടെയും വേറെ ഫാമിലീസൊക്കെ ടെൻറ്റിൽ താമസിക്കുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ഒരു ഡൗട്ടായിരുന്നു, ടെൻറ്റിൽ കുട്ടീനെയുമായിട്ട് താമസിക്കുമ്പോൾ ഭയങ്കര തണുപ്പായിട്ട് നമുക്ക് കിടക്കാൻ പറ്റും. പക്ഷെ കുഴപ്പമില്ല, സ്വെറ്ററും അതുപോലെയുള്ള കുറച്ച് എന്താ പറയുക സാധനങ്ങളൊക്കെ കരുതി കഴിഞ്ഞാൽ സേഫാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ റെസ്റ്റോറൻറ്റിൽ വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ വ്യൂ ഒക്കെ കാണാൻ പറ്റും. സോ ഇത് ഉള്ളിൽ നിന്ന് എടുത്ത കുറച്ച് ഷോട്ട്സാണ്. അപ്പം സത്യം പറഞ്ഞാൽ നല്ല രസമാണ്. മലയുടെയൊക്കെ അരികത്തിരുന്ന് ഇങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ നമ്മൾ റൂമിലേക്ക് പോകാനുള്ള പ്ലാനിലൊക്കെയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വ്യൂ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, കാരണം നമ്മൾ ടെൻറ്റിൻ്റെ അവിടുത്തെ വ്യൂ ആയിരുന്നു ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ശരിക്കും റിസപ്ഷൻ. ഞാൻ പറഞ്ഞു റിസപ്ഷൻ ഏരിയയുടെ മുകളിലാണ്. അപ്പോൾ നമ്മൾ റിസപ്ഷൻ ഏരിയയുടെ അവിടെ ജസ്റ്റ് ഒന്ന് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ് ഫുഡ് കഴിച്ചിട്ട്. നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നടക്കുകയാണ് എല്ലായിടത്തും. അപ്പം അത് ഏവക്കുട്ടി വാ എന്ന് വിളിക്കുകയാണ്. വാ നടന്നു, അമ്മനെ കാണിച്ചു തരുമോ എങ്ങോട്ടെങ്ങോട്ടാ പോകണ്ടേ? ദേവു പൂച്ച അതിൻ്റെ ഉള്ളിൽ വാ, അമ്മയുടെ കൂടെ വാ. നല്ല ഭംഗിയായിട്ടാണ് ഇവർ ചെടികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ലെറ്റ്സ് ഗോ. എവ ഇനി ഓരോന്നൊക്കെ പറ. ഇവിടെ എന്താ എന്തൊക്കെയാ? ഇവിടെയാണ് നമ്മൾ താഴത്തോട്ട് പോകുന്ന വഴി. താഴത്തോട്ട് പോകുന്ന വഴിയല്ലേ?
ഇനി എങ്ങോട്ടാ പോകുന്നേ? വാ, അവിടെ എന്താ? കാരണം ഇവയുടെ ഫേവറേറ്റ് സ്പോട്ടാണ്. ഏതൊരു സ്ഥലത്ത് നമ്മൾ റിസോർട്ട് എടുത്താലും അവിടെ ഇങ്ങനെ കളിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ചെറിയൊരു പാർക്ക് പോലെ, മിനി പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. കുട്ടികൾക്കാണെങ്കിലും ബോറടിക്കത്തില്ല. അപ്പം അവരും ഇതിൻ്റെ താഴെയായിരുന്നു, ഇതിങ്ങനെ തട്ടായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ താഴെയായിരുന്നു നമുക്ക് ഇന്നലെ ക്യാമ്പ് ഫയറൊക്കെ നടത്തിയിരുന്നത്. ക്യാമ്പ് ഫയർ കണ്ടക്ട് ചെയ്ത സ്ഥലം ഇതായിരുന്നു. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് പോവാണ്. നേരെ കൊച്ചിയിലോട്ടാണ്. സോ സീ യു ദേർ അറ്റ് കൊച്ചി. അങ്ങനെ ഞങ്ങൾ ഡ്രീം വാലി റിസോർട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ ഡ്രസ്സും ബാഗ്സും ഒക്കെ എല്ലാം വണ്ടിയിലേക്ക് വെക്കുകയാണ്. ഇതുപോലെ തന്നെ എല്ലാ ഫാമിലീസും ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. നമുക്ക് 11 മണി വെക്കേറ്റ് ചെയ്യുന്ന സമയം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഡ്രീം വാലി റിസോർട്ടിൽ നിന്ന് ഇറങ്ങി താഴേക്കുള്ള റോഡാണിത്. നമുക്ക് താഴേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും ഈ ഡ്രീം വാലി റിസോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് കാണാൻ പറ്റും. താഴെ മലയുടെ മുകളിലുള്ള ഡ്രീം വാലി റിസോർട്ട് കാണാൻ പറ്റാറുണ്ട്. പിന്നെ ഞാൻ വന്ന സമയത്തും ഇതുവരെ കണ്ടിരുന്നു. നമുക്കിപ്പം ഇറങ്ങുമ്പോഴും നോക്കട്ടെ നമുക്ക് കാണിക്കാൻ പറ്റുമെന്നുള്ളത്. ഇതാണ് നമ്മൾ ഡ്രീം വാലി റിസോർട്ടിലേക്ക് കയറുന്ന വഴി. ഞങ്ങളിപ്പോൾ ഇറങ്ങുകയാണ്, ഞങ്ങൾ പോവുകയാണ്. ഈ വഴി കൂടിയാണ് നമ്മൾ ഡ്രീം വാലി റിസോർട്ടിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ ഫുള്ള് വെയിലായിട്ടുണ്ട്. നല്ല വെയിലും തണുപ്പുണ്ട്. എന്നാൽ വെയിലുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു സുഖമുള്ളൊരു തണുപ്പാണ്. മോർണിംഗ് നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല കോടയായിരുന്നു. ഇതിപ്പം അത്യാവശ്യം വെയിലായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ സൈഡാണെങ്കിൽ ഫുള്ളിങ്ങനെ തട്ടായിട്ട് കുറേ റിസോർട്ട്സ് ഉണ്ട് തോന്നുന്നു. പിന്നെ കുറേ ടെൻറ്റും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വേറെ ഏതോ ഒരു ടീമിൻ്റെ റിസോർട്ടാണ്. ഇവിടെ മേളിൽ നോക്കി ഇഷ്ടം പോലെ റിസോർട്ട് ഉണ്ട് കേട്ടോ. നമ്മൾ മേളിൽ നിന്ന് ഇന്നലെ കണ്ടതാണ്. ഇവിടെ ഈ കാണുന്ന റിസോർട്ടിൻ്റെ അവിടെ ഭയങ്കര പാട്ടും ബഹളമൊക്കെ ആയിരുന്നു. ഭയങ്കര ഇതാണ് താഴെ നിന്നുള്ള വ്യൂ. ലൈക്ക് അതാ ആ നേരെ മുകളിൽ കാണുന്നതാണ് ഡ്രീം വാലി റിസോർട്ട്. അവിടെ നിന്നാണ് നമ്മൾ ഈ താഴെയുള്ള വ്യൂ ഒക്കെ മൊത്തം കണ്ടത്. കയറി വരുമ്പോൾ നമുക്ക് ആ റിസോർട്ട് ശരിക്കും കാണാൻ പറ്റും താഴേന്ന്. താമസിച്ചിരുന്ന നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ആ ലാസ്റ്റുള്ള ടെൻറ്റിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത് കേട്ടോ. ഇതാണ് ഡ്രീം വാലി റിസോർട്ട്. താഴെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നമുക്ക് റിസോർട്ട് കാണാനായിട്ട് ഇവിടുന്ന് കയറി വരുമ്പോൾ തന്നെയുള്ള വഴിയിൽ നമുക്ക് ഈ ഒരു റിസോർട്ട് കാണാൻ പറ്റും. അപ്പം നമ്മൾ തിരിച്ചു പോകുന്ന വഴി എന്ന് വെച്ചാൽ വട്ടവട എൻട്രൻസ് ആണ്. വട്ടവടയിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ അവർ പ്രത്യേകം ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കയറുമ്പോൾ തന്നെ പറയും. അതായത് നമ്മൾ 6 മണിക്ക് മുന്നേ തിരിച്ച് ഇറങ്ങിയിട്ടുണ്ടാവണം. സ്റ്റേ ആണെങ്കിൽ 6 o'clock മുന്നേ നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ടാവണം എന്നൊക്കെ അവർ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയും. അത് കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഇൻ ബിറ്റ്വീൻ ഇറങ്ങാൻ പാടില്ല, നമ്മൾ ഫോട്ടോ എടുക്കാൻ നിർത്താൻ പാടില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും അപ്പുറം മരങ്ങളും ഇതൊക്കെയാണ്. അപ്പം നമ്മൾ വ്യൂസ് എല്ലാം കണ്ടു. അത്യാവശ്യം റിസോർട്ടിലൊക്കെ സ്റ്റേ ചെയ്തു. അപ്പം ഞങ്ങൾ നേരെ തിരിച്ച് കൊച്ചിയിലോട്ട് പോവുകയാണ്. ദയവായി ഉറങ്ങി. അപ്പം ഞങ്ങൾ എന്തായാലും കൊച്ചിയിലേക്ക് ചെല്ലട്ടെ. സോ ഗായ്സ്, ഹോപ്പ് യു ഗായ്സ് എൻജോയ്. ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഇത്തവണ നമ്മൾ വീഡിയോസൊക്കെ എല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.